താഴ്വര ഭാഗം 4. നരൂപിയുടെ സാന്നിധ്യം കണ്ടതിന് ശേഷം താഴ്വരയിലെ നിവാസികളുടെ ഹൃദയങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഒരു പിരിമുറുക്കം പിടികൂടി. ആദ്യ നാളുകളിൽ ഭയം കനത്ത കാർമേഘം പോലെ എല്ലാവരിലും നിഴലിച്ചിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചിലർ ആ കാഴ്ചയെ കേവലം യാദൃച്ഛികമോ സ്വാഭാവിക പ്രതിഭാസമോ ആയി തള്ളിക്കളഞ്ഞു. അവർ പക്ഷിയുമായി ബന്ധപ്പെട്ട കെട്ടുകഥകളിൽ വിശ്വസിക്കരുതെന്ന് തീരുമാനിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പതിയെ താഴ്വര അതിൻ്റെ പതിവിലേക്ക് മടങ്ങാൻ തുടങ്ങി. നവദമ്പതികളായ ലോങ്ങറിയും മാരുതനും തങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി. അവർ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂക്കൾ കൊണ്ട് അവരുടെ വീടലങ്കരിക്കുകയും മുഴുവൻ സമൂഹത്തിനായി വിരുന്നുകൾ നടത്തുകയും ചെയ്തു. ആളുകൾ പതിവ് പോലെ നൃത്തം ചെയ്തും പാട്ടുപാടിയും വേട്ടയാടിയും മദ്യപിച്ചും വേനൽക്കാലം ആഘോഷിച്ചു. താഴ്വരയിൽ ചിരിയും സംഗീതവും നിറഞ്ഞു. അടുത്ത വേനൽക്കാലത്ത് നടക്കാൻ പോകുന്ന തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് പ്രതീക്ഷകളും ചിരിയും പങ്കിട്ടുകൊണ്ട് ലാമിയും ദായിയും അവരുടെ ദിവസങ്ങൾ ആഘോഷിച്ചു. ആളുകൾ രാത്രിയിൽ തീ ആളിക്കത്തിച്ചു. വയലിൽ കുട്ടികൾ യഥേഷ്ടം ഓടി നടന്നു. ഉത്സവങ്ങൾ പൂർണ്ണ ശക്തിയോടെ പുനരാരംഭിച്ചു. എല്ലാവരും നരൂപിയെക്കുറിച്ച് മറന്നു. പക്ഷെ സന്തോഷത്തിന്റെ ഈ പുനരുജ്ജീവനത്തിനിടയിൽ ഒരാൾ മാത്രം ഭയത്തിൽ നങ്കൂരമിട്ടു: വിയോരൻ. പഴയ ഇതിഹാസങ്ങളിൽ പറയുന്ന നരൂപിയുടെ കഥയിലുള്ള വിയോരന്റെ വിശ്വാസത്തിന് ഒട്ടും മാറ്റം വന്നില്ല. മറ്റുള്ളവർ ആഘോഷിക്കുമ്പോൾ അയാൾ ഏകാന്തതയിലേക്ക് പിൻവാങ്ങി. വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാൽ അയാളുടെ മനസ്സ് തളർന്നു. അയാൾ പ്രാർത്ഥനകളുടെ എണ്ണം കൂട്ടി. ധൂപവർഗവും ധാന്യങ്ങളും തടിയിൽ കൊത്തിയ പക്ഷികളുടെ രൂപം പോലും നരൂപിയെ പ്രീതിപ്പെടുത്താൻ സമർപ്പിച്ചു. അയാൾ മൂപ്പന്മാരെ സന്ദർശിച്ച് ഏറ്റവും മോശമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കാൻ അവരോട് അഭ്യർത്ഥിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പുകൾ നിരസിക്കുന്ന പുഞ്ചിരിയോടെയാണ് അവർ സ്വീകരിച്ചത്. വൈകുന്നേരങ്ങളിൽ താഴ്വര ആഹ്ലാദിക്കുമ്പോൾ വിയോരൻ ആൽമരത്തിന്റെ ചുവട്ടിൽ ഒറ്റവിളക്ക് കത്തിച്ച് താഴ്വരയുടെ സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥനകൾ ചൊല്ലി. അയാൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു രഹസ്യത്താൽ അയാളുടെ ഹൃദയം ഭാരപ്പെട്ടു. അയാൾ അധിക ധാന്യങ്ങൾ സംഭരിച്ചു. പഴയ ഉപകരണങ്ങൾ നന്നാക്കി. വീടിനടുത്തേക്ക് മാറി താമസിക്കാൻ മക്കളോട് പറഞ്ഞു. എന്നിരുന്നാലും തൻ്റെ എല്ലാ ശ്രമങ്ങൾക്കിടയിലും വരുമെന്ന് താൻ ഭയപ്പെട്ടിരുന്ന ശക്തിയെ നേരിടാൻ അയാൾക്ക് പറ്റില്ലെന്നറിയാമായിരുന്നു. ആ വർഷത്തെ വേനലിന് താഴ്വര ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചൂടുണ്ടായിരുന്നു. പാടങ്ങൾ പതിവിൽ കൂടുതൽ വിണ്ടുകീറി. അനർത്ഥങ്ങൾ കണ്ടു തുടങ്ങി. താഴ്വരയിലെ മാറ്റം ആദ്യം ഏതാണ്ട് ശ്രദ്ധിക്കപ്പെടാത്തവയായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ദുരിതങ്ങൾ പെരുകാൻ തുടങ്ങി. വയലിലൂടെ നടന്ന ആളുകളുടെ കാലിൽ പൊള്ളലേറ്റു. കുട്ടികൾ ക്ഷീണത്താൽ ബോധരഹിതരായി. അവരുടെ ചിരിക്ക് പകരം ആശങ്കാകുലമായ കരച്ചിൽ വന്നു. എന്നും പച്ചപിടിച്ചു നിന്നിരുന്ന മരങ്ങൾ വാടാൻ തുടങ്ങി. ഇലകൾ തവിട്ടു നിറമായി. ചില സന്ദർഭങ്ങളിൽ നിരന്തരമായ ചൂടിൽ മുഴുവൻ ശാഖകളും തീപിടിച്ചു. വിത്രയന്റെ 63 ആടുകൾ ഒരു രാത്രിയിൽ ചത്തു. സാലിമയുടെ കുസൃതിക്കാരനായ ഇളയ മകൻ മാറാരോഗം ബാധിച്ച് കിടപ്പിലായി. പിന്നീട് 8 മാസങ്ങൾക്ക് ശേഷം അവൻ മരിച്ചു. ദൗർഭാഗ്യത്തിന്റെ മറ്റടയാളങ്ങളും താഴ്വരയിൽ നിറഞ്ഞു. കടുത്ത വേനലിലും വറ്റാത്ത ചില കിണറുകൾ വറ്റി. വറ്റിയ കിണറിനരികിലുള്ള കുടുംബങ്ങൾ വെള്ളത്തിനായി അകലെയുള്ള കിണറുകളെ ആശ്രയിച്ചു. തീയുടെ സാന്നിധ്യമില്ലായിരുന്നിട്ടും ഒരു വയൽ ഒറ്റ രാത്രി കൊണ്ട് ചാരമായി മാറി. ആളുകൾ വീണ്ടും നരൂപിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അവർ അതിനെക്കുറിച്ച് പതിഞ്ഞ സ്വരത്തിൽ മന്ത്രിച്ചു. ഭയം അവരെ തുറന്നു സംസാരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. വിയോരന്റെ പ്രാർത്ഥനകൾ മാത്രം താഴ്വരയിൽ ഉച്ചത്തിൽ മുഴങ്ങി. എന്നിരുന്നാലും ഏറ്റവും ഭയാനകമായ സംഭവം ഒരു യുവാവിന്റെ തിരോധാനമായിരുന്നു. കല്യോവിൻ എന്ന ചെറുപ്പക്കാരൻ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷനായി. പിന്നീട് നരൂപിയുടെ ക്രോധത്തിന്റെ കഥകൾ താഴ്വരയിലെ കൂടുതൽ ആൾക്കാർ വിശ്വസിച്ചു തുടങ്ങിയത് ഇവിടെ നിന്നാണ്. അന്നൊരു ദിവസം ഉച്ച കഴിഞ്ഞ് കല്യോവിൻ തന്റെ സുഹൃത്തുക്കളായ ധനിരവ്, അരിത്യൻ, മോക്രവിൻ എന്നിവരോടൊപ്പം ദിനാരയുടെ വയലിന്റെ അരികിലുള്ള ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടി. കാട്ടിൽ വേട്ടയ്ക്ക് പോവുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ചുറ്റും കൂടിയിരുന്ന് മദ്യം കഴിച്ചുകൊണ്ട് അവർ പദ്ധതികൾ തയ്യാറാക്കി. ഇന്നൊരു പന്നിയെ ഉന്നം വയ്ക്കാം, കല്യോവിൻ ഉത്സാഹത്തോട് പറഞ്ഞു. വലിയൊരെണ്ണത്തിനെ കിട്ടിയാൽ ഇന്ന് രാത്രി ഒരു വിരുന്ന് തന്നെ നടത്താം, ധനിരവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോക്രവിൻ അരിത്യനെ നോക്കി കളിയാക്കി പറഞ്ഞു. ഇത്തവണ കൃത്യമായി കൊള്ളിക്കണം. കഴിഞ്ഞ തവണ നിന്റെ അമ്പ് പന്നിയെ വേദനിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭയപ്പെടുത്തി. അമ്പിന്റെ അറ്റത്ത് ചൂടാക്കിയ നെയ് പുരട്ടുന്ന തിരക്കിനിടയിലും അരിത്യൻ മറുപടി പറഞ്ഞു. അത് ഞാൻ നോക്കിക്കൊള്ളാം, നീ ഇടയ്ക്ക് കയറി വരാതിരുന്നാൽ മതി. യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് അവർ തങ്ങളുടെ കപ്പുകളിൽ അവശേഷിച്ചിരുന്ന മദ്യം കാലിയാക്കി. അവരുടെ വേട്ടയാടൽ ഉപകരണങ്ങൾ നന്നായി തയ്യാറാക്കിയിരുന്നു. അരിത്യൻ ഒരു ചൂണ്ടുവില്ലും നെയ് പുരട്ടിയ അമ്പുകളുമായി മുന്നേ നടന്നു. അവന് പിന്നിലായി തോളിൽ ചുറ്റിയിട്ട കയറും കയ്യിലൊരു കോടാലിയുമായി ധനിരവും. അവനു പിന്നിലായി
കയ്യിൽ കുന്തങ്ങളുമായി കല്യോവിനും മോക്രവിനും നടന്നു. മോക്രവിന്റെ കയ്യിലായി ഒരു റാന്തൽ വിളക്കുണ്ടായിരുന്നു. കാടിന്റെ ഉള്ളിലേക്ക് കടന്ന അവർ അധികം അകലെയല്ലാത്ത അവരുടെ സ്ഥിരം വേട്ടയാടൽ സ്ഥലത്തെത്തി ഒരു കെണി സ്ഥാപിച്ചു. ധനിരവ് മരത്തിൽ കയറി പന്നി ചാടുമ്പോൾ മുറുകുന്ന ഒരു കുരുക്കുണ്ടാക്കാൻ ബലമുള്ള 2 ശാഖകൾക്കിടയിൽ കയർ കെട്ടി. മോക്രവിൻ നിലത്ത് ഒരു കുഴി കുഴിച്ച് മൂർച്ചയുള്ള മുള്ളുകൾ വിതറി അതിനു മുകളിൽ ഉണങ്ങിയ ഇലകൾ കൊണ്ട് മൂടി. അവർ കെണിക്ക് ചുറ്റും പഴങ്ങളുടെയും ചതച്ച വിത്തുകളുടെയും മിശ്രിതവും മൂർച്ചയുള്ള മുള്ളുകളും വിതറി. പിന്നീട് അവർ പല സ്ഥലങ്ങളിലായി ഒളിച്ചു. ധനിരവ് കോടാലിയുമായി മരത്തിന്റെ മുകളിലിരുന്നു. കല്യോവിൻ ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചു. അടുത്തുള്ള ഒരു മരത്തിനു പിന്നിൽ മോക്രവിൻ മറഞ്ഞു. അരിത്യൻ ഒരു കുറ്റിക്കാടിനു പിന്നിലായി ചൂണ്ടുവില്ലുമായി തയ്യാറായി നിന്നു. സമയം ഒരുപാട് കടന്നുപോയി. അവരുടെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ ഒഴുകി അഴുക്ക് കലർന്നു. അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു പന്നി പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ മൂക്ക് നിലത്ത് മണത്തു. അരിത്യൻ തന്റെ ചൂണ്ടുവില്ല് ശ്രദ്ധാപൂർവം ലക്ഷ്യമാക്കി. ഇത്തവണ ഞാൻ വിടില്ല, അവൻ സ്വയം മന്ത്രിച്ചു. അവൻ അമ്പെയ്തു. അത് പന്നിയുടെ ചെവിയിൽ കൊണ്ട് ചെവിയുടെ ഒരു കഷ്ണം കീറി ദൂരേക്ക് തെറിച്ചു. പന്നി കോപത്തോടെ ഒരു അലർച്ച പുറപ്പെടുവിക്കുകയും അവന്റെ നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു. മൃഗത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ മോക്രവിൻ കുന്തം അതിന് നേരെ എറിഞ്ഞു. ധനിരവെറിഞ്ഞ കോടാലി അതിന്റെ കാലിൽ കൊണ്ട് മുറിവിൽ നിന്നും ചോരയൊഴുകാൻ തുടങ്ങി. അത് കാട്ടിലേക്ക് തിരിഞ്ഞോടി. ആയുധങ്ങളെടുത്ത് സംഘം അതിനെ പിന്തുടർന്നു. അരിത്യൻ പിന്നെയും 1-2 അമ്പ് അതിന് നേരെ എയ്തു. പക്ഷെ എല്ലാം ലക്ഷ്യം തെറ്റി. വിടരുതതിനെ. ഓടുന്നതിനിടയിൽ ധനിരവ് വിളിച്ചു പറഞ്ഞു. അവർ ഓടിയപ്പോൾ ഇടതൂർന്ന കാട് അവർക്ക് ചുറ്റുമടഞ്ഞു. അവരുടെ ഹൃദയമിടിപ്പ് കൂടി. വായുവിന് ഭാരമേറി. മേലാപ്പിലൂടെ ഇരുട്ട് പരക്കാൻ തുടങ്ങി. പന്നി നിഴലിലേക്ക് അപ്രത്യക്ഷമായി. തളർന്ന് ശ്വാസം മുട്ടി സംഘം നിന്നു. ധനിരവ് ശ്വാസം എടുത്തുകൊണ്ട് ചുറ്റും നോക്കി. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്, കൂട്ടത്തിൽ കല്യോവിനില്ല. ഓടുന്ന കൂട്ടത്തിലും അവനെ ശ്രദ്ധിച്ചില്ല. അവൻ മറ്റുള്ളവരോട് ചോദിച്ചു, കല്യോവിനെവിടെ? അപ്പോഴാണ് അവരും അത് ശ്രദ്ധിച്ചത്. കല്യോവിൻ തങ്ങളുടെ കൂടെയില്ല. മോക്രവിൻ ഉറക്കെ വിളിച്ചു. കല്യോവിൻ ഒരു മറുപടിയും കേട്ടില്ല. അവർ പരസ്പരം മുഖത്തേക്ക് നോക്കി. ഇരുട്ടു വീണു തുടങ്ങിയ കാട്ടിൽ അവർക്ക് കാഴ്ചകൾ മങ്ങിത്തുടങ്ങി. അത് മനസ്സിലാക്കി അരിത്യൻ ചോദിച്ചു, വിളക്കെവിടെ? അപ്പോഴാണ് മോക്രവിൻ വിളക്ക് താൻ മരത്തിന്റെ അടിയിൽ നിന്നും എടുത്തില്ല എന്ന് ഓർത്തത്. വെളിച്ചവും തെളിമയുള്ള വഴിയുമില്ലാതെ അവർ കാട്ടിലകപ്പെട്ടു. കാടിന്റെ ആഴവും കല്യോവിന്റെ തിരോധാനവും അവരിൽ പരിഭ്രാന്തി പരത്തി. അവർ അവന്റെ പേര് ആവർത്തിച്ചു വിളിച്ചുകൊണ്ട് വന്ന വഴി ലക്ഷ്യമാക്കി തിരിഞ്ഞു നടന്നു. കാട് അവരുടെ ശബ്ദം വിഴുങ്ങുന്ന പോലെ തോന്നി. നിഴലുകൾ ചുറ്റും നൃത്തം ചെയ്തു. അവരുടെ ഭയം വർദ്ധിച്ചു. അവർ 3 പേരും കൈകൾ ചേർത്ത് പിടിച്ചു നടന്നു. ഏതൊക്കെയോ വഴിയിലൂടെ അവർ മുന്നോട്ടു പോയി. അല്പദൂരം കഴിഞ്ഞപ്പോൾ നനഞ്ഞ എന്തോ ഒരു വസ്തുവിൽ ധനിരവിന്റെ കാൽ വഴുതി. അവൻ കുനിഞ്ഞതിൽ തൊട്ടു. രക്തം. അതിനപ്പോഴും ചൂടുണ്ടായിരുന്നു. അവർ അമ്പെയ്ത പന്നിയുടെ രക്തമാണെന്നും അവർ ശരിയായ വഴിയിലൂടെയാണ് പോകുന്നതെന്നും അവർക്ക് മനസ്സിലായി. അവർ അതിവേഗം മുന്നോട്ട് നടന്നു. എല്ലാവരും നന്നായി ക്ഷീണിച്ചിരുന്നു. കാലുകൾ കുഴഞ്ഞു. അല്പസമയത്തിന് ശേഷം അവർ കെണിയുടെ അരികിൽ വിതറിയിരുന്ന മുള്ളുകൾ കാലിൽ തറച്ചപ്പോൾ തിരികെ എത്തിയെന്ന് അവർക്ക് മനസ്സിലായി. മോക്രവിൻ ഇരുട്ടിലൂടെ ഇടറിപ്പോയി മറന്നുവെച്ച വിളക്ക് വീണ്ടെടുത്ത് അത് പ്രകാശിപ്പിച്ചു. സൂര്യാസ്തമയത്തിന് ശേഷം ആദ്യമായി അവർ പരസ്പരം വിളറിയ മുഖം കണ്ടു. കല്യോവിൻ ഒളിച്ചിരുന്ന പ്രദേശത്ത് അവർ തിരച്ചിൽ നടത്തി. പാറയുടെ അല്പം അകലെയായി അവന്റെ കുന്തം മാത്രം കണ്ടെത്തി. അവൻ അവരോടൊപ്പം ഉൾക്കാട്ടിലേക്ക് പോയിട്ടില്ലായിരുന്നുവെന്ന് അവർക്ക് വ്യക്തമായി. പന്നി പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ അവൻ എന്തോ സംഭവിച്ചു. അവർ അവന്റെ പേര് ഉച്ചത്തിൽ വിളിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. ഓരോ വിളിക്ക് ശേഷവും അവർ അവന്റെ മറുപടിക്കായി കാത്തു. പക്ഷേ നിരാശയായിരുന്നു ഫലം. സമയം നീങ്ങിക്കൊണ്ടിരുന്നു. വിളക്കിലെ വെളിച്ചം മങ്ങുവാൻ തുടങ്ങി. മോക്രവിൻ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, ഒരുപാട് രാത്രിയായി. നമ്മളെ കാണാതെ വീട്ടുകാർ പേടിക്കും. അവരിപ്പോ തന്നെ നമ്മളെ തിരക്കി ഇറങ്ങിയിട്ടുണ്ടാകും. കല്യോവിനില്ലാതെ നമ്മൾ എങ്ങനെ തിരിച്ചു പോകും? അരിത്യൻ അതും പറഞ്ഞ് ഒരു പാറയിലിരുന്ന് ഉറക്കെ കരഞ്ഞു. അവനിനി വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാകുമോ? അല്പം സംശയത്തോടും പ്രതീക്ഷയോടും ധനിരവ് ചോദിച്ചു. ഇല്ല, അരിത്യൻ ഉറപ്പിച്ചു പറഞ്ഞു. അവനെന്തോ പറ്റിയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ നോക്കാം. വിളക്കണയാറായി. നമുക്കിനി കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല, മോക്രവിൻ പറഞ്ഞു. തങ്ങൾക്കിനി അവിടെ തുടരാൻ കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ക്ഷീണിച്ച കാലുകളും മങ്ങിയ പ്രതീക്ഷയുമായി മനസ്സില്ലാ മനസ്സോടെ അവർ ഗ്രാമത്തിലേക്ക് തിരിച്ചു. കാടിന് വെളിയിലെത്തിയപ്പോഴേക്കും അവരുടെ വെളിച്ചം പൂർണ്ണമായും കെട്ടു. ദൂരെ വയലിലൂടെ കത്തിച്ച പന്തങ്ങളുമായി ഒരു കൂട്ടം ആളുകൾ കാടിന് നേരെ വരുന്നത് അവർ കണ്ടു. ഗ്രാമവാസികൾ തങ്ങളെ അന്വേഷിച്ചു വരുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. അവരെ കണ്ടയുടനെ 3 പേരും കരഞ്ഞുകൊണ്ട് അവർക്കിടയിലേക്കോടി. കരഞ്ഞുകൊണ്ട് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കല്യോവിനെ കാട്ടിൽ കാണാതായി. ആളുകൾ അവർക്ക് ചുറ്റും കൂടി ആകാംക്ഷയോടെ കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ നടന്ന സംഭവം മുഴുവനും പറഞ്ഞു. കാര്യങ്ങളെല്ലാം കേട്ട ശേഷം കല്യോവിന്റെ പിതാവ് യുനാഷിർ ഉറക്കെ കരഞ്ഞുകൊണ്ട് വയലിൽ കിടന്നുരുണ്ടു.
വിവരങ്ങളറിഞ്ഞ കല്യോവിൻ്റെ അമ്മ മോഹാലസ്യപ്പെട്ടു വീണു. കൂടുതൽ ആൾക്കാർ വയലിലേക്ക് വന്നു. എല്ലാവരും ചേർന്ന് രാത്രി തന്നെ കല്യോവിനായുള്ള അന്വേഷണം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. കുറച്ചുപേർ രാത്രിയിൽ കാട്ടിൽ കയറുന്നതിൻ്റെ അപകടത്തെപ്പറ്റി പറഞ്ഞെങ്കിലും അവസാനം അവർ രാത്രി തന്നെ തിരച്ചിൽ ആരംഭിച്ചു. കയ്യിൽ കിട്ടിയ ആയുധങ്ങളും പന്തങ്ങളുമായി അവർ കാട് കയറി. പല സംഘങ്ങളായി പിരിഞ്ഞ് തിരച്ചിൽ ആരംഭിച്ചു. അരിത്യനും ധനുരവും മോക്രവിനും അവർ കെണിയൊരുക്കിയ സ്ഥലവും അവർ പോയ വഴിയും കല്യോവൻ മറഞ്ഞിരുന്ന സ്ഥലവും അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ കാട് മുഴുവനും അരിച്ചുപെറുക്കി. താഴ്വരയുടെ നാശത്തിന്റെ ആദ്യ സൂചനയാണ് ഇതെന്ന് വിശ്വസിച്ച് വിയോരൻ പ്രാർത്ഥനകൾ തുടങ്ങി. നേരം പുലരുന്നതുവരെ തിരച്ചിൽ തുടർന്നു. കല്യോവിന്റെ പേര് വിളിച്ച് ഗ്രാമവാസികൾ കാട്ടിലൂടെ നടന്നു. സൂര്യരശ്മികൾ മരങ്ങൾക്കിടയിലൂടെ തുളച്ചു കയറി അവരുടെ ക്ഷീണിച്ച മുഖങ്ങളെ പ്രകാശിപ്പിച്ചു. അവർക്ക് കല്യോവിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. രാത്രി മുഴുവൻ നടന്നു തളർന്നവർ കാടിന്റെ പല ഭാഗങ്ങളിലായി വിശ്രമിച്ചു. വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു. തിരച്ചിൽ 3 ദിവസം നീണ്ടുനിന്നു. 3-ാം ദിവസം ഉച്ചയോടെ അവർ കല്യോവിനെ കണ്ടെത്തി. അവൻ മറഞ്ഞിരുന്ന പാറയുടെ കുറച്ചകലെയായി അടുത്തടുത്ത് വളർന്നു നിൽക്കുന്ന 2 മരങ്ങൾക്കിടയിൽ അല്പം ഉയരത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവന്റെ വലത് കൈ പൂർണ്ണമായും ഛേദിക്കപ്പെട്ടിരുന്നു. അതവർക്ക് കണ്ടെത്താനായില്ല. അവന്റെ ശരീരത്തിൽ മറ്റു മുറിവുകളോ ആക്രമിക്കപ്പെട്ടതിന്റെ ലക്ഷണങ്ങളോ ഉണ്ടായിരുന്നില്ല. അവൻ ഇത്രയും ഉയരത്തിൽ എത്തപ്പെട്ടതെങ്ങനെയെന്ന് ആർക്കും മനസ്സിലായില്ല. ഭയാനകവും ഹൃദയഭേദകവുമായിരുന്നു ആ കാഴ്ച. കാട് മുഴുവനും പ്രതിധ്വനിക്കുന്ന ശബ്ദത്തിൽ യുനാഷ്യർ ഉച്ചത്തിൽ കരഞ്ഞു. അരിത്യനും മോക്രവിനും ധനിരവും അവരുടെ സുഹൃത്തിന്റെ നിർജീവമായ രൂപത്തിലേക്ക് നോക്കി മരവിച്ചു നിന്നു. കലിയോവിന്റെ മൃതദേഹം മരങ്ങളിൽ നിന്ന് പുറത്തെടുക്കാൻ ഗ്രാമവാസികൾ നന്നായി പരിശ്രമിച്ചു. അവർ അവനെ ശ്രദ്ധയോടെ താഴേക്കിറക്കി നിലത്ത് കിടത്തി. അഴുകിത്തുടങ്ങിയ അവന്റെ ശരീരം ചാരനിറത്തിലുള്ള തുണി കൊണ്ട് മൂടി. കാട്ടുവള്ളികളും കമ്പുകളും കൂട്ടിക്കെട്ടി ഒരു കട്ടിൽ തയ്യാറാക്കി അതിൽ കിടത്തി ചുമന്ന് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ താഴ്വരയിലെ ദുരന്തങ്ങളുടെ ആദ്യ രക്തസാക്ഷിയായി കല്യോവിൻ മാറി.